നിങ്ങള് പോന്നോളി. എങ്ങോട്ട്? എങ്ങോട്ടാ നിങ്ങൾ വന്നത്? അങ്ങോട്ട് തന്നെ. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇത്തിരി ബുദ്ധിമുട്ടായല്ലേ? ഇനിയിപ്പോ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. വേണ്ട. നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ടപാട് നിൽക്കുന്നത്? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്? വരിന്നേ. 3 ആൺകുട്ടികളല്ലേ നിങ്ങള്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവോ? ഞങ്ങളെ കൊണ്ടാക്കി തരാം. നിങ്ങള് ബേജാറാവേണ്ട, വരും ചേട്ടാ. അല്ലെങ്കിൽ ആയാലും വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ? പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു കുഴപ്പം? മൂപ്പം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തു കുഴപ്പം? മക്കളെ പിന്നെ എന്താടാ മോനെ? എന്താ പറഞ്ഞോ? പറഞ്ഞോ ഐദ്രോസേ? സുലൈമാനക്ക ഒന്നും പറയില്ല. അല്ല, ഞങ്ങള് പോരുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. ആ, ഇത്രേ ഉള്ളത്. നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ. എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? പഴണ്ട്. നീ എന്നാ ഒന്ന് നന്നാവുക എന്റെ കുട്ടി ശങ്കര? ഈ വിദ്വാന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ ഭേദം. നിന്ന് മിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ. ചായ ഉണ്ടാക്കാം, പിന്നെ ഇത്തിരി സമയം തന്നാ പത്തിരിയോ ദോശയോ ഉണ്ടാക്കാം. ഇറച്ചിയുണ്ടോ? ഏയ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇറച്ചി നായർ തപസ് ഇരുന്നാ നടക്കില്ല. അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യ. നിന്റെ മിടുക്കെന്ന് കാണണം. അല്ല, ആ, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒടുവിൽ പിന്നെ ഞാൻ പറയണ കണക്ക്. കണക്കൊക്കെ നീ അങ്ങ് വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്ക് അതും പറഞ്ഞു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഏട്ടത്തി അനിയും തമ്മിൽ എന്ത് കണക്കാ എന്റെ നായരെ? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ? പിന്നിപ്പോ എന്താ? നിങ്ങളൊരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരൊക്കെയാ വീട്ടിൽ വരണത്, ആരൊക്കെയാ പോണത്, എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. 3 നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയും? അല്ല മാളു, വീട്ടിൽ വന്ന് കയറിയവര് ഇറങ്ങിപ്പോകുമ്പോ എന്തിനാ അവർ പോകുന്നെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാ കഴിയില്ലേ? ഞാൻ ആരും വരണതും കണ്ടില്ല, പോണതും കണ്ടില്ല. ഓ, എളുപ്പം കഴിഞ്ഞല്ലോ. നിങ്ങൾ വരും. സുലൈമാനെ, ഒന്നിരിക്ക്, ഞാൻ ഇവരൊന്ന് ഇരുത്തിട്ട് വരാം. രണ്ടാം വട്ടോ 18ആം പടി. ശരണയ്യപ്പാ സ്വാമിയേ. ഓ, എത്തിയല്ലോ. നീയാ ഇവരെ അതൊന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഇറക്കി വിട്ടത്? അല്ലമ്മ, ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നു പറഞ്ഞ ആർക്കാരാ അതിന്റെ മാനക്കേട്? ആർക്കാ അതിന്റെ ദോഷം? അല്ല, ഞാനിപ്പോ അറിഞ്ഞോ കാര്യങ്ങൾ ഇങ്ങനൊക്കെ വരാൻ പോണെന്ന്? സാധനം കിട്ടുമോ? കിട്ടും. ഇവിടെ ഉണ്ടോ? ഏയ്, ഇവിടെയോ? ഇവിടെ അതൊന്നും കിട്ടില്ല. ഇത് ചാലക്കുടിയിലെ തറവാട്ടു വീടാ. അതെ, എന്റെ പേരെന്താ? CK ഭാസ്കര മേനൻ. ഭാസിന്ന് വിളിക്കും. ഇവിടെ ഇല്ല, പിന്നെ എവിടെ കിട്ടും? ഇവിടെ അടുത്ത് കിട്ടും. നാടനാ? ആ, ചിലപ്പോ ഫോറിനും കിട്ടിയെന്നിരിക്കും. നാടൻ എങ്ങനെയാ? തൽക്കാലം ഒരെണ്ണം വാങ്ങി നോക്കാല്ലേ? അതെ. എന്താ അത്? ഏതായാലും ഓടി പോയിട്ട് വാ. നന്നായിരിക്കണം അവരോട് പ്രത്യേകം പറയണ കേട്ടോ. ഭക്ഷണത്തിന് എന്താ വിശേഷിച്ച്? ഇപ്പോ സദ്യ ഒരുക്കാനൊന്നും നിൽക്കണ്ട. മാളും അതെ 2 കോഴി അഴിഞ്ഞ് വാങ്ങിപ്പിക്കണം. എന്നിട്ട് അവനെ നീറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അശ്ശോ, ഇത് വേണ്ടായിരുന്നല്ലോ. സ്റ്റൈലായിരിക്കണം. താങ്ക് യു മാഡം. എനിക്കുള്ളത് വരുന്നുണ്ട്.
അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഊരാൻ പറയും. ആ വെള്ളം വേണം. വെച്ചോ. വെള്ളം വെള്ളം. അയ്യോ ഭയങ്കര. കേട്ടോ ഒന്ന് മതി, ഒരു കൊച്ചു മതി. ആണോ പെണ്ണോ? ആണ്. അവൾക്ക് അങ്ങനെയാ, ഒരു പാവാ. ഇഷ്ടം തോന്നിയാ പിന്നെ അങ്ങ് ഇഷ്ടാ. വക്കീലിന്റെ ടൈം എന്തായാലും വക്കീൽ നാളോട്ട് പെണ്ണാലോചിച്ച് നടക്കുകയാണല്ലോ. ഇനിയിപ്പോ അതങ്ങ് നിർത്താം, നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഒന്നുമില്ല, ഞാൻ നിന്നെ കല്യാണം പറയാം. പാവാ, ഇണങ്ങിയാ പിന്നെ അങ്ങ് ഇണക്കാം. അല്ലെങ്കിലേ അതുപോലെയാ. ആ ഡോ, ഡോ. ഡോ.